റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ്. താഴെ 6 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട്. ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങൾ എടുത്തെങ്ങാണ്ട് ഈ ഭാഗത്തേക്ക് എഴുതാനാണ്. തൗറാത്തിനോട് യോജിക്കുന്ന ഉത്തരം. ഇവിടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? മാലിക് അലൈഹിസ്സലാം, ഉലുൽ അസ്മുകൾ, ഇബ്രാനി, യൂനാനി, റിദ്വാൻ അലൈഹിസ്സലാം, അള്ളാഹു. ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഓപ്ഷനുകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ തൗറാത്ത് എന്നതിനോട് യോജിക്കുന്ന ഏതാ? തൗറാത്തിൻ്റെ ഭാഷ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇബ്രാനി. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരം. അപ്പോൾ തൗറാത്ത് എന്നുള്ളിടത്ത് ഇബ്രാനി എന്നെഴുതാം. ഇനി രണ്ടാമത്തത് സബൂറാണ്. സബൂറിൻ്റെ ഭാഷ ഏതാണ്? അത് അവിടെ ഉണ്ട്, യൂനാനിയാണ്. അപ്പോൾ അതാണ് ഇതിൽ കൂടുതൽ യോജിക്കുന്നത്. അപ്പോൾ യൂനാനി എന്നിവിടെ എഴുതാം. പിന്നെ മൂന്നാമത്തത് ആരാധനക്ക് അർഹൻ. ഇത് സിമ്പിളാണല്ലേ. ഇതാ മൂന്നാമത്തത് അള്ളാഹു. ആരാധനക്ക് അർഹൻ അള്ളാഹു എന്ന ആൻസർ എഴുതാം. നാലാമത്തത് നരകം കാക്കൽ. നരകം കാക്കുന്ന മലക്ക് ഏതാണ്? ഇതാ ഇവിടെ ഉണ്ട്, മാലിക് അലൈഹിസ്സലാം. അപ്പം നരകം കാക്കൽ മാലിക് അലൈഹിസ്സലാം എന്നെഴുതാം. അഞ്ചാമത്തത് മുർസലുകളിൽ ശ്രേഷ്ഠർ. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാ? എന്താ? ഉലുൽ അസ്മുകളാണ്. അതാണ് അഞ്ചാമത്തെ ആൻസർ. അപ്പോൾ ഉലുൽ അസ്മുകൾ എന്നെഴുതാം. മുർസലുകളിൽ ശ്രേഷ്ഠർ ഉലുൽ അസ്മുകൾ. ഇനി ആറാമത്തത് സ്വർഗം കാക്കൽ. നേരത്തെ നരകം കാക്കൽ മാലിക് അലൈഹിസ്സലാം, അദ്ദേഹം. ഇനി സ്വർഗം കാക്കൽ ആരാണ്? അത് എന്താ? റിദ്വാൻ അലൈഹിസ്സലാം ആണ്. അപ്പോൾ ഇവിടെ പിന്നെ മലക്കുകൾ അവരുടെ ജോലികളൊക്കെ നിങ്ങൾ എല്ലാതും പഠിക്കുക. ഇവിടെ 2 മലക്കുകൾ ജോലിയാണ് വന്നിട്ടുള്ളത്. ഏതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ തന്നെ കിതാബുകളെ 2 കിതാബുകളെ ഭാഷ ചോദിച്ചിട്ടുണ്ട്. കിതാബുകൾ അതേപോലെ അത് ലഭിച്ച നബിമാരെ പേരും ഭാഷകളൊക്കെ കൃത്യമായി പഠിക്കുക. ഇനി അടുത്തത് എന്താണ്? പൂർത്തിയാക്കാം. ഇവിടെ 6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അവിടെ പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. അതിലൊന്നാമത്തത് അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് ഡാഷ്. ആരാണ്? അള്ളാഹു കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാരാണ്? മലക്കുകളാണ്. അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. ഇപ്പോൾ മലക്കുകൾ എന്ന് എഴുതി കൊടുത്താൽ അത് കംപ്ലീറ്റായി. രണ്ടാമത്തത് അമലുകളെല്ലാം മീസാൻ എന്ന ഡാഷ്. അമലുകളൊക്കെ മീസാൻ എന്ന തുലാസിൽ തൂക്കപ്പെടും എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. അമലുകളെല്ലാം മീസാൻ എന്ന തുലാസിൽ തൂക്കപ്പെടും. അപ്പോൾ അത് കംപ്ലീറ്റായി. മൂന്നാമത്തത് കുല്ലൻ യുസീബന ഇല്ലാമ ഡാഷ്. എന്താണ്? ഇല്ലാമ കതബല്ലാഹു ലനാ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. കുല്ലൻ യുസീബന ഇല്ലാമ കതബല്ലാഹു ലനാ. അർത്ഥം കൂടി ഇങ്ങനെ ഹദീസുകൾ ആയത്തുകളൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കുക. കാരണം വരാൻ പോകുന്ന പരീക്ഷയിൽ ഇവിടെ പൂരിപ്പിക്കാൻ വന്നത് ചിലപ്പോൾ അർത്ഥം എഴുതാനായിരിക്കാം, ഇവിടെ അർത്ഥം എഴുതാൻ വന്നത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ, അങ്ങനെ പല രൂപത്തിലും വരാം. എന്താ അതിൻ്റെ അർത്ഥം? നബിയെ താങ്കൾ പറയുക, നിശ്ചയം അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതും കൂടി അതിൻ്റെ കൂടെ പഠിക്കുക. നാലാമത്തേത് ദുന്യാവിലെ തീയിനേക്കാൾ ഡാഷ് ചൂടുള്ള തീക്കുണ്ടാണ് നരകം. ദുന്യാവിലെ തീയിനേക്കാൾ എത്ര ഇരട്ടിയാണ്? 70 ഇരട്ടി എന്നാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ദുന്യാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള തീക്കുണ്ടാണ് നരകം. അപ്പോൾ അതങ്ങനെ പൂർത്തീകരിക്കാം. ഇനി അഞ്ചാമത്തത് ഖബർ ഒന്നുകിൽ ഡാഷ് അല്ലെങ്കിൽ ഡാഷ്. ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പായിരിക്കും എന്നാണ് ആദ്യം ചേർക്കേണ്ടത്. ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പായിരിക്കും അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നരകക്കുണ്ടായിരിക്കും എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നരകക്കുണ്ടായിരിക്കും എന്ന് ചേർക്കാം. ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പായിരിക്കും അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും. ഇനി ആറാമത്തത് സർവ്വലോകത്തിനും ഡാഷ് നാം അയച്ചിട്ടില്ല. എന്താണ് അവിടെ ചേർക്കേണ്ടത്? അതിൻ്റെ ഇടയിൽ സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. നാം അയച്ചിട്ടില്ല എന്നുണ്ട്. നമുക്കറിയാം ഇത് ഒരു ആയത്തിൻ്റെ അർത്ഥമാണല്ലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ എന്ന ആയത്തിൻ്റെ അർത്ഥമാണിത്. അപ്പോൾ ആ ആയത്തും കൂടി മനസ്സിൽ ശ്രദ്ധിക്കണേ, മനസ്സിലുണ്ടാവണേ. അപ്പോൾ
അപ്പോൾ ഇവിടെ സർവ്വലോകത്തിനും കഴിഞ്ഞിട്ട് അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ എന്ന് ചേർത്ത് കൊടുക്കണം. നാം അയച്ചിട്ടില്ല. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. മാർസൽനാക്ക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ് അതിൻ്റെ അറബി. ഇനി അടുത്ത ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. അതിലൊന്നാമത്തെ ചോദ്യം, മുർസലുകൾ ആരാകുന്നു മുർസലുകൾ? അതിൻ്റെ ആൻസർ ഇതാണ്. നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇതാം, നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ്. അങ്ങനെ ഇതാം, അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടവർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതിൽ രണ്ടാമത്തെ ചോദ്യം എന്താ? ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട് എന്നാണ്. ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ്? 23 വർഷം കൊണ്ടാണ്. അപ്പോൾ 23 എന്നിങ്ങനെ അക്ഷരത്തിൽ എഴുതാം, അല്ലെങ്കിൽ അക്കത്തിൽ എഴുതാം. അക്കത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 23 എന്ന് എഴുതുന്നത് തിരിച്ചെഴുതിയാൽ 32 അപ്പോൾ തിരിച്ചെഴുതരുത്. ഇങ്ങനെ എഴുതിയാൽ 32 പിന്നെ 2 എന്നുള്ളത് ഇങ്ങനെ എഴുതിയാൽ 6 അപ്പോൾ അതൊക്കെ ആൻസറുകൾ തെറ്റാൻ കാരണമാകും. അപ്പോൾ 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം അക്കത്തിൽ എഴുതുക, അല്ലെങ്കിൽ അക്ഷരത്തിൽ തന്നെ എഴുതാണ് നല്ലത്. മൂന്നാമത്തത്, അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്തെല്ലാം? എന്തൊക്കെയാണ് അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം, ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സിലും ഉദിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ. എന്താണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്? എന്താണ്? ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനസ്സിലും ഉദിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ. അതാണ് അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നാലാമത്തത്, ആരാണ് മലക്കുകൾ? മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിൻ്റെ ആൻസർ, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ്. അങ്ങനെ ഇതാം, ആരാണ് മലക്കുകൾ? ഒരു പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികൾ എന്ന് എഴുതാം. ഇനി അഞ്ചാമത്തെ ചോദ്യം, നബിമാരുടെ 3 വിശേഷണങ്ങൾ. നബിമാരുടെ 3 വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മത ഉള്ളവരും. അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഓരോന്ന് വേർതിരിച്ച് എഴുതാം. അപ്പോൾ സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരും ബുദ്ധി കൂർമ്മതയുള്ളവരും അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സത്യം മാത്രം പറയുക, വിശ്വസ്തർ, ബുദ്ധി കൂർമ്മത ഉള്ളവർ, അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആറാമത്തത്, ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമതും സൂറിൽ ഓതുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? ആദ്യമായിട്ട് സൂറിൽ ഓതും, അപ്പോൾ ഈ ലോകം അതിലുള്ള എല്ലാ വസ്തുക്കളും നശിക്കുമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് സൂറിൽ ഓതുന്നത് അപ്പോഴാണ് എല്ലാ മരിച്ചവരൊക്കെ ഹയാത്താകുന്നത്. അപ്പോഴാണ്. അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 40 വർഷം കഴിഞ്ഞിട്ടാണല്ലേ. അപ്പോൾ 40 വർഷം എന്നെഴുതാം. അപ്പോൾ ഇതിൻ്റെ ആൻസറായി. ഇനി അടുത്ത ആക്ടിവിറ്റി, 2 വീതം എഴുതാം. ഇങ്ങനെ 2 വീതം എഴുതാം, 3 വീതം എഴുതാം, അല്ലെങ്കിൽ 1 വീതം എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൊന്നാമത്തത് ഉലുൽ അസ്മുകൾ. 5 നബിമാരെ പേരുകൾ നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ നിന്ന് 2 പേരാണ് എഴുതാനുള്ളത്. ഒന്ന് നൂഹ് അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നെ മൂസ അലൈഹിസ്സലാം, 4 ഈസ അലൈഹിസ്സലാം, 5 മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 5 പ്രവാചകന്മാരാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും 2 പ്രവാചകന്മാരെ പേര് എഴുതിയാൽ മതി. ഞാനിവിടെ ആദ്യത്തെ 2 പ്രവാചകന്മാരെ പേര് എഴുതിയിട്ടുണ്ട്. ഒന്ന് നൂഹ് അലൈഹിസ്സലാം, 2 ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ. പരലോക വിശ്വാസത്തിൽപ്പെട്ട കുറച്ച് 4-5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖബർ ജീവിതം, മഹ്ശർ, മീസാന്, സിറാത്ത്, സ്വർഗം, നരകം, അങ്ങനെ ഒരു 4-5-6 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും 2 എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ആദ്യത്തെ 2 എഴുതിയിട്ടുണ്ട്. ഒന്ന് ഖബർ ജീവിതം, 2 മഹ്ശർ. നേരത്തെ പറഞ്ഞ പോലെ മീസാന്, സിറാത്ത്, സ്വർഗം, നരകമൊക്കെ ഉണ്ട്. ഏതും നിങ്ങൾക്ക് എഴുതാം 2 ചോദിക്കുകയാണെങ്കിൽ. ഇനി മൂന്നാമത്തത്, പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച ഭവനങ്ങൾ. പരലോകത്ത് മനുഷ്യർക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങളുണ്ടല്ലേ. ഒന്ന് സ്വർഗ്ഗമാണ്, മറ്റൊന്ന് നരകമാണ്. അപ്പോൾ അത് 2 എഴുതാം, സ്വർഗം, നരകം. അടുത്ത ആക്ടിവിറ്റി പൂരിപ്പിക്കാമെന്നാണ്. അതിൽ 2 ചോദ്യമാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, വതവക്കൽ അല ഡാഷ് അല്ലതി ഡാഷ് എന്നാണ്. എന്താണ് അവിടെ? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്തു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വതവക്കൽ അലൽ കഴിഞ്ഞിട്ട് അൽ ഹയ്യി എന്നാണ് ഫസ്റ്റ് ചേർക്കേണ്ടത്. പിന്നെ അല്ലദീ കഴിഞ്ഞിട്ട് ലാ യമൂത്തു എന്നും കൂടി ചേർക്കാം.
അപ്പോൾ ഇങ്ങനെ വരും വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂതു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഹദീസ് ആയത്തുകൾക്ക് വരികയാണെങ്കിൽ അർത്ഥം കൂടി മനസ്സിലാക്കുക, അർത്ഥം പഠിക്കുക. ഇവിടെ ഇതിൻ്റെ അർത്ഥം എന്താ? മരിക്കാതെ എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ മേൽ നീ ഭരമേൽപ്പിക്കുക എന്നാണ്. അപ്പോൾ അർത്ഥം കൂടി പഠിച്ചാൽ ചിലപ്പോൾ അത് അർത്ഥം എഴുതാൻ വേണ്ടി ഇങ്ങോട്ട് പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. ഇനി രണ്ടാമത്തത് വൽ ഖദ്രി ഖൈരിഹി ഡാഷ് മിനൽ, പിന്നെ ഇലാഹ റബ്ബൽ ആലമീന ഡാഷ്. ഇത് നമ്മൾ ആദ്യത്തെ പാഠത്തിൽ തന്നെ പഠിച്ച ആ ഒരു ബൈത്താണ്. വൽ ഖദ്രി ഖൈരിഹി വശരിഹി എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. വൽ ഖദ്രി ഖൈരിഹി വശരിഹി മിനൽ ഇലാഹ റബ്ബിൽ ആലമീന ബിലാ സലൽ എന്നാണ് ഇവിടെ ലാസ്റ്റ് ചേർക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റായി. വൽ ഖദ്രി ഖൈരിഹി വശരിഹി മിനൽ ഇലാഹ റബ്ബിൽ ആലമീന ബിലാ സലൽ. ഇനി അടുത്തൊരു ആക്ടിവിറ്റി എണ്ണം എഴുതാനാണ്. എണ്ണം എഴുതാം. എന്തിൻ്റെയൊക്കെ എണ്ണം എഴുതേണ്ടത്? ഒന്ന് ഉലുൽ അസ്മുകളാണ്. ഉലുൽ അസ്മുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 5 പ്രവാചകന്മാരാണ് ഉലുൽ അസ്മുകൾ. അപ്പോൾ 5 എന്ന് പേര് എഴുതാം. പിന്നെ രണ്ടാമത്തത് അള്ളാഹു ഇറക്കിയ കിതാബുകൾ. അള്ളാഹു എത്ര കിതാബുകൾ ഇറക്കിയത്? 4 കിതാബുകളാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ 4 എന്ന് എഴുതാം. ഏടുകളാണ് ചോദിക്കുന്നതെങ്കിൽ 100 ഏടുകൾ അല്ലേ, അതിവിടെ ചോദിക്കുന്നുണ്ട്. മൂന്നാമത്തത് ഈമാൻ കാര്യങ്ങൾ. സിമ്പിളാണ്, 6 എണ്ണമാണ്. ഇസ്ലാം കാര്യങ്ങൾ 5, ഈമാൻ കാര്യങ്ങൾ 6. ഇവിടെ ഈമാൻ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 6 എന്ന് എഴുതാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹു ഇറക്കിയ ഏടുകൾ ചോദിച്ചിട്ടുണ്ട്. ഏടുകൾ 100 അള്ളാഹു ഇറക്കിയ ഏടുകൾ 100. അപ്പോൾ അതങ്ങനെ ആൻസർ ചെയ്യാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.